2025 നവംബറിൽ പുറത്തിറക്കിയ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെയും വിഷൻ 2026 എന്ന നിലവിലെ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളുടെയും അടിസ്ഥാനത്തിൽ UDF അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ സാധ്യതയുള്ള പ്രധാന 10 വാഗ്ദാനങ്ങൾ. നായ് പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഒരു കൈത്താങ്ങ്. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രതിമാസം നിശ്ചിത തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കുന്നതിലൂടെ അതിദാരിദ്ര്യം തുടച്ചു നീക്കുകയാണ് ലക്ഷ്യമിടുന്നത്. കർഷകന്റെ കണ്ണീരൊപ്പാൻ കാർഷിക വിലസ്ഥിരതാ ഫണ്ട്. റബ്ബറിന് കിലോയ്ക്ക് 250 രൂപയാക്കി നിശ്ചയിക്കും. നെൽകർഷകർക്കും മറ്റ് തോട്ടം തൊഴിലാളികൾക്കും താങ്ങുവിലയും ആനുകൂല്യങ്ങളും ഉറപ്പാക്കും. PSC പുനരുദ്ധാരണവും യുവജനക്ഷേമവും തൊഴിലില്ലായ്മ പരിഹരിക്കലും. തകർന്നടിഞ്ഞ PSCയുടെ വിശ്വാസ്യത വീണ്ടെടുക്കും. പിൻവാതിൽ നിയമനങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കും. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കർശനമാക്കും. യുവജനങ്ങൾക്കായി പ്ലാൻ ഫണ്ടിന്റെ 5% മാറ്റിവെക്കും. എല്ലാ ജില്ലകളിലും ഡിജിറ്റൽ സ്കിൽ സെന്ററുകളും റീഡിംഗ് റൂമുകളും. കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് സംസ്ഥാനത്ത് ജോലി ഉറപ്പാക്കുന്നതിനായി വിപുലമായ തൊഴിൽ പദ്ധതികൾ ആവിഷ്കരിക്കും. സ്ത്രീ ശക്തി. വീട്ടുജോലികളിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് പ്രതിമാസ ഓണറേറിയം അല്ലെങ്കിൽ പെൻഷൻ നടപ്പിലാക്കും. സ്ത്രീ സുരക്ഷയ്ക്കായി പഞ്ചായത്ത് തലത്തിൽ പ്രത്യേക ആക്ഷൻ ഫോഴ്സ് രൂപീകരിക്കും. ആശാ വർക്കർമാർക്ക് പ്രതിമാസം 2000 രൂപ പ്രത്യേക അലവൻസ്. ആരോഗ്യ സുരക്ഷാ പദ്ധതി. ആരോഗ്യ മേഖലയിലെ ജനകീയ ബദൽ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കാരുണ്യ പദ്ധതി കൂടുതൽ വിപുലമായി തിരികെ കൊണ്ടുവരും. കിഡ്നി ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ചികിത്സയും മരുന്നുകളും ഉറപ്പാക്കുന്ന സുതാര്യമായ ഇൻഷുറൻസ് സംവിധാനം. സാംക്രമിക രോഗങ്ങൾ തടയാൻ പ്രത്യേക ഹെൽത്ത് സ്ക്വാഡുകൾ രൂപീകരിക്കും. അഴിമതി വിരുദ്ധ കേരളം. സുതാര്യമായ ഭരണം. കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്തുണ്ടായ AI ക്യാമറ, K-ഫോൺ തുടങ്ങിയ ആരോപണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം. ലോകായുക്തയുടെ അധികാരം പുനഃസ്ഥാപിക്കും. ഭരണരംഗത്തെ അഴിമതി തുടച്ചു നീക്കാൻ ഡിജിറ്റൽ ഗവേണൻസ് നടപ്പിലാക്കും. പ്രവാസി ക്ഷേമം. തിരികെ വരുന്നവർക്കൊരു തണൽ. പ്രവാസികൾക്കായി പ്രത്യേക പുനരധിവാസ പാക്കേജ്. പ്രവാസി പെൻഷൻ വർദ്ധിപ്പിക്കുകയും തിരികെ വരുന്നവർക്ക് കുറഞ്ഞ പലിശയിൽ സംരംഭക വായ്പകൾ ലഭ്യമാക്കും. 5 ലക്ഷം വീടുകൾ. 5 വർഷത്തിനുള്ളിൽ അർഹരായ ഭവനരഹിതർക്ക് 5 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകും. തീരദേശ സംരക്ഷണം. കടലാക്രമണം തടയാൻ ശാസ്ത്രീയമായ കടൽഭിത്തി നിർമ്മാണവും തീരദേശ പാക്കേജും. ആഴക്കടൽ മത്സ്യബന്ധന വിവാദങ്ങൾ അവസാനിപ്പിച്ച് മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗത അവകാശങ്ങൾ സംരക്ഷിക്കും. മയക്കുമരുന്ന് വിരുദ്ധ കേരളം. കേരളത്തിലെ കൗമാരക്കാരെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയയെ വേരോടെ പിഴുതെറിയാൻ പ്രത്യേക ടാസ്ക് ഫോഴ്സ്. വിദ്യാലയങ്ങളിലും കോളേജുകളിലും കർശനമായ നിരീക്ഷണം. വികസിതവും അഴിമതിരഹിതവുമായ ഒരു നവകേരളം കെട്ടിപ്പടുക്കാനുള്ള വ്യക്തമായ ഒരു വഴികാട്ടിയാണ് UDFന്റെ വിഷൻ 2026. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളുടെ നവീകരണം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതിലൂടെ സംസ്ഥാനത്തിന്റെ മരവിച്ച വികസനത്തിന് വേഗം കൂട്ടാൻ കഴിയുമെന്ന് മുന്നണി അവകാശപ്പെടുന്നു. വാഗ്ദാനങ്ങൾ വെറും പ്രഖ്യാപനങ്ങളായി ഒതുങ്ങാതെ അവ പ്രായോഗികമായി നടപ്പിലാക്കി ജനവിശ്വാസം ആർജിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് UDFന് മുന്നിലുള്ളത്. Like, share, subscribe.